ഞാൻ ശുചിത്വം. ഇന്ന് ഞാൻ ഒരു കുടുംബത്തിൽ ശുചിത്വക്കുറവ് മൂലം ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലസ്വരൂപം ഉണ്ടായ ഒരു വലിയ നഷ്ടത്തിൻ്റെ കഥയുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അച്ഛനും അമ്മയും കുട്ടികളും പ്രായമുള്ളവരും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. എന്താണ് ഈ കുടുംബത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഇടയ്ക്ക് ഒരു പരസ്യവും വന്നു. ഈ സീരിയലൊന്നും കണ്ടു തീർക്കാൻ പറ്റുകയല്ല. ആഹാ, സ്മിത ഹോസ്പിറ്റലിൽ പുതിയ ഡോക്ടേഴ്സ് ഒക്കെ വന്നല്ലോ. ഇനിയിപ്പം ചേട്ടനോട് പറയാം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ പോവാമെന്ന്. സമയം ഇത്രയായി, പിള്ളേർ ഇതുവരെ വന്നില്ലല്ലോ. ദൈവമേ, ഇന്നിനി എന്ത് കുരുത്തക്കേട് കാണിച്ചാണോ വരുന്നത്? പിന്നെ കൈ കഴുകുന്നു, മനുഷ്യനോട് വിശന്നിട്ട് വരാം. നീ വാടി. ഇന്നും കോഴിക്കട്ടയാണോ? ഈ അമ്മയ്ക്ക് എന്തെങ്കിലും വേറെ ആയിട്ട് ട്രൈ ചെയ്തൂടെ? ഈ കോഴിക്കട്ട വെച്ചിട്ടാ നീ ഇങ്ങനെ കോഴി ചെയ്തു? കോഴി ആരോട് ഞാൻ പറയണോ? രണ്ട് കുട്ടികളും കൈകൾ കഴുകാതെ തന്നെ പലഹാരം കഴിച്ചുകൊണ്ട് ടി വിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ടി വിയിൽ വരുന്ന വാർത്ത കേട്ടുകൊണ്ട് അച്ഛൻ മുറിയിലേക്ക് കയറി വരുന്നു. കോവിഡ് കേസ് കുറഞ്ഞെന്നൊക്കെയാ കേൾക്കുന്നത്. നീ ഈ സീരിയൽ കണ്ടോണ്ടിരുന്നു. ഇടയ്ക്ക് ന്യൂസ് ചാനലൊക്കെ ഒന്ന് വെക്കേ. കോവിഡ് കുറഞ്ഞാലെന്താ, അല്ലെങ്കിൽ എന്താ? ഇവിടെ രണ്ടെണ്ണങ്ങളുണ്ടല്ലോ, കയ്യിൽ കഴുകണ്ട, കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നാ മതി. അടുത്ത ദിവസം സാധാരണ പോലെയുള്ള ഒരു ദിവസം ആയിരുന്നില്ല. അമ്മേ, അമ്മേ, ഒന്നിക്ക് പെട്ടെന്ന് വന്നേ. അപ്പോ ഇതുവരെ എണീറ്റില്ലല്ലോ, എന്നാ പറ്റി? എനിക്ക് ഒട്ടും വയ്യ അമ്മേ. ഭയങ്കര ക്ഷീണം. എക്സാം ഒക്കെ വരുവാ. എനിക്ക് മേലമ്മേ, ഒന്ന് തൊട്ട് നോക്കിക്കേ. വെറുതെ അമ്മേ, ഇതൊന്ന് ടെസ്റ്റ് ഉള്ളതാ. നോക്കട്ടെ. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. അമ്മേ, എനിക്ക് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തരാമോ? ആ, തരാമല്ലോ. എന്താ ഇവിടെ ഒരു ബഹളം? അവന് ഒട്ടും വയ്യാതെ. ആണോ? അപ്പോ അന്ന് അപ്പ ഒന്ന് സ്കൂളിൽ പോകണ്ട കേട്ടോ. അത് ശരിയാ, പനിയും പിടിച്ച് നീ പോണ്ട മോനെ. അപ്പൊ മാളു മാള് ഒരു കാര്യം ചെയ്യും, യൂണിഫോം ഒക്കെ ഇട്ടതല്ലേ, പെട്ടെന്ന് സ്കൂളിൽ പോകും. അമ്മേ, ഞാൻ പോവാ. അപ്പുവിൻ്റെ പനി ഭേദമാകുന്നു. പക്ഷേ ആസ്മ രോഗിയായ അപ്പൂപ്പന് ചെറിയ ജലദോഷം, ചുമ എന്നിവ തുടങ്ങുന്നു. എടി കൊച്ചേ, ഒന്നെങ്കിൽ വന്നേടി. എന്നാ അച്ഛാ, എന്നാ പറ്റി? ഇന്നലെ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര ശ്വാസം മുട്ടല്. ദൈവമേ, അമ്മയുടെ പനി മാറിയപ്പോ അച്ഛനാണ് പനി. അയ്യോ, ഇതെന്നാ പറ്റി? വലിക്കാൻ ഇൻഹേലർ തരട്ടെ? അച്ഛാ, എന്നാ റെഡിയാ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം നമുക്ക്. കുട്ടികൾ പതിവ് പോലെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി അമ്മയെ അന്വേഷിക്കുന്നു. അമ്മേ, അമ്മേ, എന്തിനൊന്ന് കഴിക്കാൻ പെട്ടെന്ന് എടുത്തു വെച്ചേ. വിശന്നിട്ട് രക്ഷയില്ല. ഇവിടെ ആരും ഇല്ലല്ലോ. എടാ വാടാ, നമുക്ക് അടുക്കള പോയി നോക്കാം. അടുക്കളയിലൊന്നും ഇല്ലല്ലോ. ഈ അമ്മ എവിടെ പോയി കിടക്കുക? അമ്മയും അച്ഛനും അപ്പൂപ്പനെയും കൊണ്ട് ആശുപത്രി പോയി മക്കളെ. ഇന്നലെ രാത്രിയിൽ അപ്പൂപ്പന് ചെറിയ ജലദോഷമായിരുന്നു. ഇന്നിപ്പം അപ്പടി വയ്യാന്ന് പറഞ്ഞ് അച്ഛൻ അപ്പൂപ്പനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുക. അമ്മ ആശുപത്രിയിൽ കിടക്കുന്ന അപ്പൂപ്പനെയും കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. മോളെ, അച്ഛനിപ്പം എങ്ങനെയുണ്ട്? അച്ഛൻ അവിടെ ചെന്ന് തീരെ വയ്യായിരുന്നു അമ്മേ. അച്ഛൻ ഇപ്പൊ ഐസിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗോപാലന്റെ ആരാ ഉള്ളത്? ഡോക്ടർ വിളിക്കുന്നു. അച്ഛൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അമ്മേ, നീ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ചേട്ടനാണല്ലോ വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. ഹലോ. അമ്മേ, എന്നെ പറ്റി അമ്മേ? അമ്മേ, പറ.
അങ്ങനെ ആ വീട്ടിൽ ആകെ ശോകം നിറയുന്നു. അപ്പൂപ്പൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം വളരെ അടുത്ത സുഹൃത്തായ ഒരു ഡോക്ടർ അവരുടെ വീട് സന്ദർശിക്കുന്നു. കൃഷ്ണാന്വേഷണത്തിനിടയിൽ കുട്ടികൾ പഠിത്തം കഴിഞ്ഞ് മടങ്ങുന്നു. കൈകളൊന്നും കഴുകാതെ നേരെ അടുക്കളയിലേക്ക് പോയി പലഹാരമെടുത്ത് കഴിക്കാൻ ആരംഭിക്കും. അപ്പൂപ്പന്റെ ആസ്മയൊക്കെ വളരെ കൺട്രോൾഡ് ആയിരുന്നല്ലോ, പിന്നെ എന്തു പറ്റി പെട്ടെന്ന്? അപ്പോ സ്കൂളിൽ നിന്ന് പനിയായിട്ട് വന്നു. അപ്പൂന് പനി മാറിയപ്പോൾ അത് അപ്പൂപ്പനായി. ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ കോവിഡാണെന്ന് അറിഞ്ഞത്. അത് ശരി, ഞാൻ ശ്രദ്ധിച്ചു. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ കൈകൾ പോലും കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. നമ്മൾ അശ്രദ്ധ കാണിക്കരുത്. കൈകളുടെ ശുചിത്വം, മാസ്ക്, പ്രത്യേകിച്ച് വീട്ടിൽ ആർക്കെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത്യാവശ്യമാണ്. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ നമ്മൾ കൈകൾ വൃത്തിയായി കഴുകണം. ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും കഴിക്കുന്നതിന് മുൻപും കൈകൾ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. ഇന്ന് ഈ വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേയുടെ ദിവസം നമുക്ക് ഏവർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. കൈകളുടെ ശുചിത്വം ശരിയായ രീതിയിൽ പരിശീലിച്ചുകൊണ്ട്